എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെക്ഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 4 പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ 4 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, ആര്, അങ്ങനെയൊക്കെ പറയാനായിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. ബോർഡ് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്വാളിറ്റി ഒന്ന് കൂട്ടി വെച്ച് നോക്കുക കേട്ടോ. കൂട്ടി വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കണ്ടോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കുക. എന്ത് എന്നുള്ളതിന് വാട്ട് എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. എന്ത് എന്നുള്ളതിന് എന്താണ് പറയുക? വാട്ട് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ക്യാ. ഓക്കെ, ക്യാ എന്നാണ് പറയുന്നത്. അടുത്തത് ഏത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയും വിച്ച് ആണ് അല്ലേ. വിച്ച് ആണ് ഏത്. ഹിന്ദിയിൽ കോൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കോൻ എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ളതാണ്. വിച്ച്. ആര് എന്ന് പറയുന്നതിനും കോൻ ഉപയോഗിക്കും. വിച്ച് ഏത് എന്ന് പറയുന്നതിനും കോൻസ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ എപ്പോൾ എന്നുള്ളതിനെ വെൻ ആണ് പറയുന്നത്. ഓക്കെ, വെൻ ആണ്. കബ്. ഓക്കെ, വെൻ, കബ്. അടുത്തത് എവിടെ എന്നുള്ളതിന് വേർ ആണ്. വേർ ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത് എവിടെ എന്നുള്ളതിന്? കഹാം എന്നാണ് പറയുന്നത്. ഓക്കെ, കഹാം എവിടെ. വെൻ, കഹാം എവിടെ. കിട്ടിയല്ലോ. അടുത്തത് എങ്ങനെ എന്നുള്ളതിനെ ഹൗ അല്ലെ. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ്. ഹിന്ദിയിൽ പറയുന്നത് കൈസേ എന്നാണ്. ഓക്കെ, എന്താണ്? കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അടുത്തത് ആര് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഹൂ എന്നാണ് പറയുക. ഹൂ, WHO, ഹൂ. കോൻ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ആര് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. എന്താണ്? എന്ത് എന്നുള്ളതിന് വാട്ട് എന്നാണ് പറയുക. ക്യാ. ഓക്കെ, എന്ത്, വാട്ട്, ക്യാ. ഏത്, വിച്ച്, കോൻ. എപ്പോൾ, വെൻ, കബ്. എവിടെ, വേർ, കഹാം. എങ്ങനെ, ഹൗ, കൈസേ. ആര്, ഹൂ, കോൻ. ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം. എന്തുകൊണ്ട് എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ഇംഗ്ലീഷിൽ വൈ അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ഹിന്ദിയിൽ പറയുന്നത് ക്യോം എന്നാണ്. ഓക്കെ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ക്യോം, എന്തുകൊണ്ട്. വൈ, ക്യോം, എന്തുകൊണ്ട്. കിട്ടിയോ? ആരുടെ. അടുത്ത എന്താണ്? ആരുടെ. ഹൂസ്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഹൂസ്, ആരുടെ. WHOSE, ഹൂസ്, ആരുടെ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടെ എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കിസ്ക. അടുത്തത് ആരെ എന്ന് പറയാനായിട്ട് ഹൂം, WHOM. ഓക്കെ, ഹൂം, ആരെ. അതിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കിസ്കോ, കിസേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആരെ എന്നാണ് അർത്ഥം. ഓക്കെ, കിസ്കോ, കിസേ എന്നൊക്കെ പറഞ്ഞാൽ ആരെ. ദെൻ ആരുടെ കൂടെ എന്ന് പറയാനായിട്ട് വിത്ത് ഹൂം. ആരുടെ എന്ന് പറയാനായിട്ട് നമ്മൾ ഹൂസ് ആണ് പഠിച്ചത്. പക്ഷെ ആരുടെ കൂടെ എന്ന് പറയുമ്പോഴത്തേനും വിത്ത് ഹൂം. ഓക്കെ, വിത്ത് ഹൂം. കിസ്കെ സാത്ത്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കിസ്കെ സാത്ത്. ഓക്കെ, കിസ്കെ സാത്ത് കൂടെ. വിത്ത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൂടെ എന്ന് കാണിക്കാനായിട്ട് വിത്ത് ഉപയോഗിക്കുന്നു. ഹിന്ദിയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? സാത്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സാത്ത്. അപ്പോൾ ആരുടെ എന്നുള്ളതിനെ കിസ്ക എന്ന് പഠിച്ചു. കൂടെ എന്നുള്ളതിന് സാത്താണ്. അപ്പോൾ വിത്ത് ഹൂം, കിസ്കെ സാത്ത്. ഓക്കെ, അടുത്തത് ആർക്കു വേണ്ടി. ഫോർ ഹൂം. ആർക്കു വേണ്ടി? ഫോർ ഹൂം. ഹിന്ദിയിൽ കിസ്കെ ലിയെ. ആരുടെ കൂടെ എന്ന് പറയാൻ കിസ്കെ സാത്ത്. ആർക്കു വേണ്ടി എന്ന് പറയാൻ കിസ്കെ ലിയെ. വേണ്ടി എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലിയെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കു വേണ്ടി എന്ന് പറയുമ്പോഴത്തേനും കിസ്കെ ലിയെ. അടുത്തത് എന്തിനു വേണ്ടി. ഫോർ വാട്ട്. അപ്പോൾ ഫോർ, വേണ്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ലിയെ ആണ് കേട്ടോ, ലിയെ. അപ്പോൾ ആർക്കു വേണ്ടി എന്നുള്ളതിന് കിസ്കെ ലിയെ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി എന്ന് പറയുമ്പോഴത്തേനും കിസ് ലിയെ. ഓക്കെ, കിസ് ലിയെ. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് വൈ, ക്യോം. ആരുടെ, ഹൂസ്, കിസ്ക. ആരെ, ഹൂം,
കിസ്കോ അല്ലെങ്കിൽ കിസേ. ദെൻ ആരുടെ കൂടെ എന്ന് പറയാനായിട്ട് വിത്ത് ഹൂം, ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കിസ്കെ സാത്ത്. ആർക്കു വേണ്ടി ഫോർ ഹൂം, കിസ്കെ ലിയെ വേണ്ടി എന്ന് കാണിക്കാൻ ലിയെ ചേർക്കണം. എന്തിനു വേണ്ടി ഫോർ വാട്ട്, കിസ് ലിയെ. ഓക്കെ ആണല്ലോ. അപ്പോൾ വേണ്ടി എന്ന് ചേർക്കാനായിട്ട് ലിയെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടെ വിത്ത് കാണിക്കാനായിട്ട് സാത്താണ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയോ? അടുത്തത് നോക്കാം. അടുത്തത് നോക്കുക, എത്ര. എത്ര എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തരത്തിൽ യൂസ് ചെയ്യും. ഒന്ന് എണ്ണം പറയാൻ പറ്റാത്ത കേസിൽ യൂസ് ചെയ്യും, ഒന്ന് എണ്ണം പറയാനായിട്ട് പറ്റുന്ന കേസിൽ. ഇപ്പോൾ പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എണ്ണം അല്ലേ, 1 2 4 പെണ്ണുണ്ട്, 5 പെണ്ണുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ എണ്ണം പറയാൻ പറ്റുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണ അല്ലേ, എത്ര വെളിച്ചെണ്ണ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എണ്ണം പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അരി എന്നൊക്കെ പറയുമ്പോൾ അരി നമുക്ക് എണ്ണി പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എണ്ണം പറയാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, എണ്ണം പറയാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ട് തരത്തിൽ യൂസ് ചെയ്യും. ഹൗ മെനി യൂസ് ചെയ്യും, ഹൗ മച്ചും യൂസ് ചെയ്യും. ഹൗ മെനി എന്ന് പറയുന്നത് എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എത്ര എന്ന് ചോദിക്കുന്നതെങ്കിൽ ഹൗ മെനി യൂസ് ചെയ്യാം. ഹിന്ദിയിൽ കിത്തനെ എന്ന് പറയാം. ഇനി ഹൗ മച്ച് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എണ്ണം പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ഹൗ മച്ച് യൂസ് ചെയ്യാം. അവിടെ ഹിന്ദിയിൽ കിത്തനായാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കിത്തനെ രണ്ടും വ്യത്യാസമുണ്ട്. ഹൗ മെനി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം പറയാനായിട്ട് പറ്റണം. അപ്പോൾ ഹൗ മെനി എണ്ണം പറയാനായിട്ട് പറ്റണം. അപ്പോൾ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഉണ്ടല്ലോ അല്ലേ, മെനി എന്ന് പറയുമ്പോൾ എണ്ണം, എണ്ണ് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണം പറയാനായിട്ട് പറ്റും, അപ്പോൾ അതിന് ഹൗ മെനി. എണ്ണം പറയാൻ പറ്റാത്തതിന് ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. കിത്തന ഓർത്തിരിക്കുക. ദെൻ എത്ര ദൂരം എന്ന് പറയാനായിട്ട് ഹൗ ഫാർ. എത്ര ദൂരം ഹൗ ഫാർ. കിത്തന ദൂർ, എത്ര എന്നുള്ളതിന് കിത്തന എന്നാണ്. അപ്പോൾ കിത്തന ദൂർ എന്നുള്ളതാണ് എത്ര ദൂരം. കിട്ടിയല്ലോ. അപ്പോൾ ഈ എത്രയുടെ കാര്യം ഒന്ന് ഓർക്കുക. നമുക്ക് എണ്ണം പറയാൻ പറ്റുന്നതെങ്കിൽ ഹൗ മെനി, എണ്ണം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഹൗ മച്ച് എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് വേർഡ്സ് ആണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.